ഇവിടെ വന്നപ്പം സൗദിയിലാണ് കണ്ടപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ഇങ്ങനൊരു സംഭവം കണ്ടത്. ഇവിടെ എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല. എലീഷ് ബാർ ആൻഡ് കോഫി. അതായത് പണ്ട് ഈ സംഭവമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവിടെ വെച്ചേക്കുന്ന സാധനങ്ങൾ. നോക്ക്, ഇവിടെ എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ സൗദിയിൽ ഈ സാധനമൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ പറ്റിച്ച് മാറ്റിയതാ. അതാണ് സംഭവം. അപ്പോൾ ഏതായാലും ഇവിടെ വന്നുകൊണ്ട് അങ്ങനെ ഒരു കാഴ്ചയുടെ കിട്ടി. ഹലോ ഗൈസ്, നമ്മളിപ്പം അവിടുത്തെ ഊണൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു വളരെ പ്രശസ്തമായ ഒരു മ്യൂസിയത്തിലോട്ടാണ്. ഇപ്പം റിജാൽ അൽമ എന്നാണ് അതിൻ്റെ പേര്. ഇതൊരു യുനെസ്കോയുടെ പൈതൃക പട്ടികയിലൊക്കെ പേരുള്ള ഒരു സംഭവമാണ്. നമ്മൾ അവിടുന്ന് എൻട്രൻസ് സൈഡിലൂടെ വന്നിട്ട് നമുക്ക് ഇവിടുന്ന് അകത്തോട്ട് പോകണം. അപ്പോൾ അകത്ത് പോകുന്നതിന് 20 റിയാൽ എങ്ങാണ്ടാണ് ഒരു ചാർജായിട്ടുള്ളത്. ഇതിൻ്റെ ഭയങ്കരമായിട്ടുള്ള കെട്ടിടങ്ങളും ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് യമനിൽ നിന്നും ഒക്കെ ഉള്ള ആൾക്കാർക്ക് നമ്മുടെ റിയാദ് സിറ്റി പോലെ, ഇപ്പം റിയാദ് സിറ്റിയിൽ എന്താണോ അത്രയും ഒരു പ്രാധാന്യപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ഇത്. അപ്പോൾ ഇവിടുത്തെ അവരുടെ യാത്രയിലൊക്കെ ഒരു സ്റ്റേ ചെയ്യാനുള്ള സ്ഥലവും ഒക്കെ ആയിട്ടൊരു കണ്ടിരുന്നൊരു സ്ഥലമാണ് ഇതിൻ്റെ എൻട്രൻസ് സൈഡെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് 20 റിയാലിൻ്റെ ടിക്കറ്റൊക്കെ എടുത്ത് നമുക്ക് ഉള്ളിലോട്ട് പോകണം. ഉള്ളിലോട്ട് പോകുമ്പോൾ തന്നെ മുമ്പേ നമ്മൾ അവിടെ ആ ഹണി കോട്ടേജിൽ കണ്ടിരുന്ന അതേ ഒരു സ്ട്രക്ചറിലുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വൈറ്റ് കളർ നിങ്ങൾക്ക് ഒരു വിൻഡോയിലൊക്കെ കളർ കണ്ടോ, ഇതൊന്നും പെയിൻ്റ് അല്ല, ഒറിജിനൽ കല്ലാണ്. ആ വൈറ്റ് കളറിലുള്ള കല്ലുകളാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വരുന്ന ഒരു സമയത്ത് തന്നെ ഇതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ്. നമുക്ക് ബിൽഡിങ്ങുകൾ കൊണ്ട് വളരെ മനോഹരമായിട്ട് ചെയ്തേക്കുന്ന ഒരു സംഭവം. അതിനകത്ത് എല്ലാ വിൻഡോസിൻ്റെയും കളറുകൾ, വൈറ്റ് കളറുകളൊക്കെ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ബ്ലൂ കളറാണെങ്കിലും വന്നിരിക്കുന്നതൊക്കെ ഒറിജിനലായിട്ടുള്ള കല്ലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഫുള്ള് സ്റ്റോണുകളാണ് ഇതിൻ്റെ ചെയ്തേക്കുന്നത്, മൊത്തം വർക്ക് ചെയ്തേക്കുന്നത് സ്റ്റോണുകൾ കൊണ്ടുള്ള വർക്കുകളാണ്. സംഭവം ഭയങ്കരമായിട്ട് രസമുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ താഴെ ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ എന്തൊക്കെയോ എക്സിബിഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ തന്നെ സ്റ്റേജും കാര്യങ്ങളുണ്ട്. പിന്നെ താഴെ ഇരുന്ന് കാണാനും ഒക്കെ ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. ഒരു കോട്ടയാട് പോലെ ചുറ്റും വലിയൊരു കോട്ട. ആ കോട്ടകളെന്ന് പറയുന്നത് ഇത്രയും കല്ലുകൾ കൊണ്ട് അടുക്കി ഉണ്ടാക്കിയ ബിൽഡിങ്ങുകളാണ്. ഭയങ്കര രസമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇതുപോലെയുള്ള പടിക്കെട്ടുകളൊക്കെ ഇറങ്ങിയാണ് നമ്മൾ താഴോട്ട് വരുന്നത്. ഈ ഒരു സ്റ്റെപ്പിലൊക്കെ ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ എന്തോ എക്സിബിഷനും കാര്യങ്ങളൊക്കെ നടക്കുന്ന കാരണം തന്നെ ഇവിടെ കുറേ കുഷ്യനൊക്കെ ഇട്ടിട്ടുണ്ട് ഇരിക്കാനൊക്കെ ആൾക്കാർക്ക്. അതുപോലെ ഇവിടുത്തെ കുറേ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം, ഇതിനകത്ത് എന്താണെന്നും എങ്ങനെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ ഇവിടെ കുറച്ച് ഷോറൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയോ ഫുഡിൻ്റെയും പരിപാടികളൊക്കെയാണ്. അതുപോലെ തന്നെ ഔട്ട് സൈഡ് ഒരു മാർക്കറ്റുണ്ട്. ഈ മാർക്കറ്റിൽ നമുക്ക് തിരിച്ചു വരുമ്പം കയറാം. ആദ്യം നമുക്ക് ഇതിനുള്ളിലോട്ട് പോകാനൊരു ഓപ്ഷൻ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. അപ്പം ഇതിനകത്തോട്ടൊന്ന് പോയി വരാം. എങ്ങാണ്ടൊന്നൊരു പൂവൊക്കെ ഒപ്പിച്ച് തല വെച്ച് ഇവിടുത്തെ ഒരു ലോക്കൽ സെറ്റപ്പിലോട്ട് മാറിയതാണ്. ഉണ്ടോ? അങ്ങനെയുണ്ട്. ഇപ്പോൾ എല്ലാവരെയും വിളിക്കണോ? അതോ ഞാൻ മാത്രം മതിയോ? ഇവനോട് ചെന്ന് ആപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ ഇത് ഇവനെ കൊണ്ടുപോകുന്നുണ്ട്, ആർക്കറിയാം എന്നെങ്ങോട്ടാണ്. ഏതായാലും പോയി നോക്കാം, വിളിച്ചതല്ലേ. ഇവിടെ സംഭവം എല്ലാം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചെയ്തേക്കുന്നത് കല്ലൊക്കെ അടുക്കി വെച്ചേക്കുന്ന പരിപാടികളാണ് എല്ലാം. ഇവിടുത്തെ ഇക്കായൊക്കെ ഇവിടെ നേരത്തെ വന്നിരിപ്പുണ്ട് ഇല്ലേ. ഇതിലെ വഴി ഇവിടുത്തെ ഗാവയുടെയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ട പല ടൈപ്പിലുള്ള ഗാവകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഫ്രീ അല്ല, എല്ലാം പേയ്മെൻറ്റ് കൊടുക്കണം. അങ്ങനെ നമ്മൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ പൊക്കത്തിലോട്ടാണ് വരുന്നത് കേട്ടോ. കയറിയാണ് നമ്മൾ പോയിരിക്കുന്നത്. ഇതിൽ പടിക്കെട്ടുകളും എല്ലാം ചെയ്തേക്കുന്നത് ആ ചെറിയ കല്ലുകൾ അടുക്കി വെച്ചിട്ടാണ്. ഇവിടെ റിജാൽ മ്യൂസിയം ഇൻ ഓൾഡ് വില്ലേജ് എന്നൊക്കെ ഉള്ള എഴുതിയിട്ടുണ്ട്. ഉള്ളിലോട്ട് പോവുകയാണെങ്കിൽ വളരെ ഇടുങ്ങിയ വഴികളൊക്കെയാണ്. നമുക്ക് തലയൊക്കെ കുനിയാതെ നമുക്കിവിടുന്ന് പോരാൻ പറ്റത്തില്ല. ഇവൻ വന്നിട്ട് ഇവിടെ ഇവൻ്റെ സ്വന്തമായിരുന്നു തോന്നുന്നു കേട്ടോ. ഇവിടെ എല്ലാം അതും ഇതുമൊക്കെ ഇടയ്ക്ക് പൊക്കുന്നുണ്ട്. ഇവിടെ കുറേ തൂക്കുകളും കുന്തവും കുളച്ചക്രവും ഒക്കെ ഇരിപ്പുണ്ട്. തൂക്കുകളൊക്കെ ഉണ്ടോ, സെറ്റപ്പ് കേട്ടോ. ഇതെല്ലാം അവർ നന്നായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് മ്യൂസിയം തന്നെയാണ്. പഴയ കാലത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങളുടെ ഒരു കമനീയ ശേഖരം. കുന്തങ്ങളുണ്ട് പല ടൈപ്പിലുള്ള, പിന്നെ കത്തികളൊക്കെ ഉണ്ട്, വാളുകളുണ്ട്, തോക്കുകളുണ്ട്. തോക്കുകളുടെ നല്ലൊരു ശേഖരം തന്നെ ഇവിടെ കാണാൻ. ഇത് ചില്ല് ഇട്ടിട്ടില്ല കേട്ടോ, ഇത് പൊടിഞ്ഞു പോയതാണോ അവിടെ?
This is how a kundam looks like. Look, this is the style of kundam. ഇതിൽ ഒരെണ്ണം പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഗ്ലാസ് പൊട്ടിയിടാം. അതെ, തോക്കൊക്കെ വേണേൽ എടുക്കാം. കണ്ടോ, ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് കയറിയിട്ട് ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടു. കൊള്ളാം, സംഭവം കൊള്ളാം. ചാർജ് കൊടുത്ത് കാണാൻ, കാരണം ഒത്തിരി എന്താ പറയുന്നത്, പുരാതനമായിട്ടുള്ള സംഭവങ്ങളാണ്, വർഷങ്ങളുടെ പാരമ്പര്യമുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതായാലും ഇവിടെ ഈ ഒരു ഹെറിറ്റേജ് വില്ലേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. തീർച്ചയായിട്ടും അബഹ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർ ഇവിടെയും തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യണം. ഒരു തോക്കുമൊക്കെ എടുത്ത് ഭയങ്കര അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടത്തിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. തിരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ, തെളിവാ. അപ്പോൾ ഇനി അടുത്ത സ്ഥലത്തോട്ട് മൂവ് ചെയ്യാണ്. ഇതെല്ലാം ഇടുങ്ങിയ വഴികളാണ് കേട്ടോ. ശത്രുക്കളൊക്കെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാനായിട്ട് വലിയ പാടാകും വഴി, കാരണം മനസ്സിലാകത്തില്ലെന്നുള്ളൊരു സംഭവമാണ് ഇത്. നമുക്ക് അങ്ങനെ ഒരു ഉദ്ദേശം കൂടെ കാണുമായിരിക്കും. ഇവിടുന്ന് നമുക്ക് പെട്ടെന്ന് ശത്രുക്കളൊക്കെ വന്ന് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓടിപ്പോരും. പണ്ടത്തെ നമ്മൾ രാജകൊട്ടാരങ്ങളൊക്കെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും അങ്ങനെ ഒരു സംഭവം. സേഫ്റ്റിയുടെ ഭാഗമായിട്ടൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ പറഞ്ഞ കണക്ക് തന്നെ മേൽക്കൂര എല്ലാം തടി കൊണ്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. വരുമ്പം തന്നെ ആദ്യത്തൊരു നില പോലെ വന്നിട്ട് ഇവിടെ ഒരു ഇടുങ്ങിയ സ്ഥലമുണ്ട്. ഇതിനകത്ത് എനിക്ക് തോന്നിയത് ജയിലോ സംഭവം ഉണ്ടായിരുന്നു. ഒന്ന് നിറച്ച് ചങ്ങലകളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. കാരാഗ്രഹ മുറി ആയിരുന്നിരിക്കണം ഈ ഒരു സംഭവം. കുറേ ചങ്ങലകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ നല്ല ഓപ്പൺ ആയിട്ടുള്ളൊരു സ്പേസ്. ഇതവരുടെ വിസിറ്റിംഗ് റൂം ആയിരുന്നിരിക്കണം. വെറുതെ പഴയ റേഡിയോകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയും കുറച്ച് ആയുധങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, പണിയായുധങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതൊരു സംഭവം. പിന്നെ നമ്മൾ വേറൊരു റൂം, അതിനോട് ചേർന്നുള്ള റൂമിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ ഡ്രസ്സിൻ്റെ ഒരു മേഖലയാണ്. ഡ്രസ്സും അതുപോലെ തന്നെ അവർ യൂസ് ചെയ്തിരുന്ന സഞ്ചികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ 1-2 കല്ലുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് അറിയത്തില്ല, എന്തെങ്കിലും വിലപിടിപ്പുള്ളതായിരിക്കണം. ഇവിടെ ഡ്രസ്സിൻ്റെ കുറേ മോഡലുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. കൊള്ളാം. ലേഡീസിൻ്റെ ഒരുങ്ങുന്നതൊക്കെ റൂം ആയിരുന്നിരിക്കണം ഇതൊക്കെ. അങ്ങനൊരു സംഭവമുണ്ട്. പിന്നെ അവരുടെ കുറേ ആഭരണങ്ങളും പരിപാടികളൊക്കെ ഇവിടെ ഉണ്ട്. അതും കുറേ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ ചുരിദാറൊക്കെ കണ്ടിട്ട് ഇപ്പോഴത്തെ കാലത്ത് ഇതുപോലത്തെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇതൊക്കെ കണ്ടിട്ടായിരിക്കാമല്ലോ ഇപ്പോഴത്തെ മോഡലിങ്ങൊക്കെ വരുന്നത്. പോവാണെങ്കിൽ ഇവിടെ കുറച്ച് വീട്ടുപകരണങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇവരുടെ ഉരുളിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനത്തെ പരിപാടികൾ, കുറേ പഴയ കാലത്തെ കുറച്ച് ഫോട്ടോസും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടു സാധനങ്ങളും മറ്റും ഉള്ള ആയുധങ്ങളെ അതേ പഴയ ചട്ടുകവും കേട്ടോ. ചട്ടുകവും വലിയ ഫുഡ് ഉണ്ടാക്കാനുള്ള സംഭവമൊക്കെ ആയിരിക്കണം. ഒരു മുറിയിലോട്ട് കയറി കഴിഞ്ഞാലും കുറേ അത്തരം ഐറ്റങ്ങളുടെ ഒരു ശേഖരം തന്നെയുണ്ട് കേട്ടോ. ഒറിജിനൽ സാധനങ്ങളാണ് കേട്ടോ ഇവിടെ എല്ലാം. അതായത് പഴയ കാലത്തെ ഒറിജിനൽ സാധനങ്ങൾ. ഇത് മറ്റേ വെള്ളം കൊണ്ടുപോകുന്ന ജീനി ആ ഒരു സാധനമുണ്ട്. എന്തൊക്കെയോ നമുക്കറിയാൻ മേലാത്ത കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് കണ്ടുപരിചയം. കലപ്പകളെ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിതിലെ ഒരു ജനലിലേക്ക് കൂടെ നോക്കുമ്പോൾ നമുക്ക് പുറത്തോട്ടുള്ള വ്യൂ ആണിത്. നമ്മൾ കയറി വന്നതെന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ്. ആ ഒരു സൈഡിൽ നിന്ന് അവിടെ നിന്നാണ് നമ്മൾ കയറി വന്നത്. ജോബിയൊക്കെ താഴെ ഇപ്പോൾ ഉണ്ട്. അടുത്ത ഫ്ലോറിലോട്ട് പോകാം. എൻ്റെ പൊന്നെ, എല്ലാം എൻ്റെ പൊക്കത്തിന് പറ്റിയ ഫ്ലോറുകളല്ലേ ഉണ്ട്. എല്ലാം ചെറിയ വാതിലുകളാണ്. അപ്പോൾ ഇവിടോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഇവരുടെ കിച്ചൺ സംബന്ധമായ പാത്രങ്ങളൊക്കെയാണ്. ഇത് നമ്മുടെ ചൈനീസ് ക്ലേ മോഡലുള്ള ആ പാത്രങ്ങളും പിന്നത്തെ വിളക്കുകളുടെ ഒരു ശേഖരണമുണ്ട്. പിന്നെ നമ്മുടെ ചായ കോപ്പകളെ, അതുപോലെ ഈ ഗാവയുടെയൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും. ഇതിൻ്റെയൊക്കെ വലിയ ശേഖരം തന്നെ ഉണ്ട് ഇവർക്ക്. ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വർത്ത് മെൻഷനിങ് ദ ബിൽഡിംഗ് ദിസ് ഗ്രേറ്റ് ഹിസ്റ്ററി എന്നും പറഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്തിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു കാഴ്ച ഇവിടെ ഉണ്ട്. ഫസ്റ്റ് ഫ്ലോറായിരുന്നു തോന്നി. ഇവിടെ അവർ ലോക്ക് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. നമുക്കിനി തിരിച്ച് താഴോട്ട് ഇറങ്ങി പോവാം. ഓക്കെ. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേ ആയിട്ടുള്ളൂ നമ്മുടെ ഒരു ബിൽഡിംഗ് തന്നെ. ഇപ്പോഴത്തെ ഒരു സൈഡ് വെച്ചിട്ട് ലെഫ്റ്റ് സൈഡിലേ മാത്രമേ ആയിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ തന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും ഇങ്ങനത്തെ ബിൽഡിംഗ് ഉണ്ട്. നമുക്ക് അവിടോട്ട് പോകാൻ പറ്റുമെന്ന് നോക്കാം. ആ ഒരു ബിൽഡിങ്ങിൽ നിന്ന് ഇറങ്ങി ഈ ഒരു ബിൽഡിങ്ങിൻ്റെ സൈഡ്. അതുപോലെ തന്നെ നമുക്ക് കോട്ടയിലെ ഉത്തരവാദിയാണ് ഇവിടെ ഇരിക്കുന്നത്, ഷെയ്ഖ് ജോബി.
അൽ ഷെയ്ഖ് ജോബി ഇട്ടിരിപ്പുണ്ട്. ഫുൾ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് കൽപ്പാളികൾ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അതിനിടയ്ക്ക് സിമെൻറ്റ് പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പീസായിട്ടുള്ള കൽപ്പാളികളൊക്കെ വെച്ചിട്ടുള്ള ഒരു കളക്ഷനാണ് ചെയ്തേക്കുന്നത്. എന്താ സ്ട്രക്ചർ അല്ലേ, അത് മീൻസ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തേക്കുന്ന ഒരു സംഭവമാണെന്നുള്ളതാണ്. ഇത്രയും ഹൈറ്റിൽ ചെയ്തിട്ട് ഇത്രയും ഭംഗിയായിട്ട് നിർത്തിയേക്കുന്നത്. നമ്മൾ ഇന്നത്തെ കാലത്ത് ഉള്ള സിമെൻറ്റും എല്ലാം കൂടെ ഇട്ടിട്ട് പോലും ഇടയ്ക്കിടയ്ക്ക് ബിൽഡിങ്ങുകളൊക്കെ ഇടിഞ്ഞു പറഞ്ഞ് താഴോട്ട് വരുന്നത്. അതാണ് ഇവരുടെയൊക്കെ പ്രത്യേകം. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തേക്കായിരിക്കും ഇവർ ടൂറിസ്റ്റുകളൊക്കെ വരുന്നത് പ്രമാണിച്ച് ഈ സൈഡിലൊക്കെ ഇതൊക്കെ വെച്ചേക്കുന്നത്, ടേബിളും കോഫി ഷോപ്പുകളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. നേരത്തെ ഒന്നും ഉണ്ടാകാൻ സാധ്യത കുറവാ. അങ്ങനെ നമുക്ക് ഈ സ്റ്റെപ്പുകളൊക്കെ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ കൽപ്പാളികളൊക്കെ കൊണ്ടുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മുടെ ഇവിടുത്തെ ഒരു ഫാമിലി ഇവിടെ മണ്ടയ്ക്ക് വന്ന് ഇപ്പോൾ ഉണ്ട്. അവർ ഓൾറെഡി ഇവിടെ വന്നത്, പിള്ളേരും അടിച്ച് പൊളിച്ച് നടക്കുന്നത്. അടിപൊളി ഫോട്ടോ വ്യൂ ഉള്ള സ്ഥലമാണ്. എന്തായാലും നിർബന്ധമായും ഇവിടെ തീർച്ചയായും വന്നിരിക്കുന്ന സ്ഥലമാണ്. ഓക്കെ, കാഴ്ചകളുണ്ട് ഇഷ്ടം പോലെ. ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ ഭയങ്കരമായിട്ടോ, ഫോട്ടോജനിക് വ്യൂ എന്ന് പറഞ്ഞാൽ പക്കയാണ്. ഇഷ്ടംപോലെ ഫോട്ടോസ് എടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ അബഹ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർ ഈ ഒരു ഹെറിറ്റേജ് വില്ലേജ് മിസ്സാക്കല്ലേ. ഓക്കെ, ഷോപ്പും ഈ ഒരു ഏരിയയൊക്കെ ഈ അടുത്ത കാലത്ത് ഇവർ സെറ്റ് ചെയ്യാമെന്നാണ് അറിയാൻ സാധിച്ചത്. കാരണം ഇപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ വരുന്നത് കൊണ്ട് അവർക്കൊക്കെ ഇരിക്കാനും പാകത്തിനുള്ള സെറ്റപ്പാണ്. കാലത്തിനനുസരിച്ചുള്ളൊരു മാറ്റം അവർ വരുത്തിയേക്കുന്നത്. പക്ഷേ ഈ ബിൽഡിങ്ങിലൊന്നും അവരൊന്നും ഒരു കോട്ടവും തട്ടാത്ത രീതിയിലാണ് എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. അടുത്ത പിന്നെ ഇവിടെ നിന്ന് പോരുമ്പോൾ വേറൊരു ബിൽഡിങ്ങിൽ നോക്കുകയാണെങ്കിൽ തടി കൊണ്ടൊക്കെ ഉള്ള എന്തൊക്കെയോ പരിപാടികളുണ്ട്. ഇത് താങ്ങി നിർത്തിയേക്കുന്നതാണോ അതോ പണ്ടോട്ടെ ഇതൊക്കെ ഉണ്ടോയെന്നോ എന്നതിനെ പറ്റിയൊന്നും എനിക്കറിയത്തില്ല. കൊള്ളാം സംഭവം. ഇത് പിന്നെ ഒരു ഇടനാഴി പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ പോകുമ്പോൾ എല്ലാം കൊള്ളാം കേട്ടോ. ഇവർ പാകം ചെയ്തിട്ടുള്ളതെന്നുള്ളതാണ് സംഭവം. സൂപ്പറായിട്ടുണ്ട്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ കാഴ്ചകളും കല്ലും മണ്ണും ഒക്കെ ആയിട്ട് അത്ര സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ മുമ്പിൽ ഞങ്ങൾ തന്നെ നിൽക്കുന്നു. അൽ ഷെയ്ഖ് സാവും. ഇവിടെ ഒരു മിറർ കേട്ടോ, വലിയൊരു മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ആ പുറകിലത്തെ വ്യൂ കൂടെ കിട്ടുന്നുണ്ട്. സൂപ്പറായിട്ട്, സൂപ്പർ സംഭവം കേട്ടോ. നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. സൂപ്പർ സംഭവം കേട്ടോ, കാണാനും മാത്രം ഉണ്ട്, നല്ല സംഭവം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അബഹ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരൊക്കെ ഓഫ് കോഴ്സ് ഇവിടെ വരണം, വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ പോകണം. പിന്നെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കാനുള്ള സ്പേസുകൾ ഭയങ്കരമായിട്ടുണ്ട്. നല്ല ഫോട്ടോ ഫ്രെയിംസാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഹെറിറ്റേജ് വില്ലേജിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് ഫുള്ള് കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. കാഴ്ചകളൊക്കെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും കാണാനായിട്ട് ഇടപെട്ട ആൾക്കാർ. ഞാനപ്പോൾ തിരിച്ച് നടന്ന് കോറിഡോറിലോട്ടെത്തി ഞങ്ങളുടെ ബസ്സിൽ കയറി ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ പോവാണ്. ഓക്കെ, ബൈ ബൈ. ഇവിടെ വന്നപ്പം സൗദിയിലാണ് കണ്ടപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ഇങ്ങനൊരു സംഭവം കണ്ടത്. ഇവിടെ എഴുതിയൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല. എലീഷ് ബാർ ആൻഡ് കോഫി. അതായത് പണ്ട് ഈ സംഭവമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവിടെ വെച്ചേക്കുന്ന സാധനങ്ങൾ. നോക്ക്, ഇവിടെ എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ സൗദിയിൽ ഈ സാധനമൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ പറ്റിച്ച് മാറ്റിയതാ. അതാണ് സംഭവം. അപ്പോൾ ഏതായാലും ഇവിടെ വന്നുകൊണ്ട് അങ്ങനെ ഒരു കാഴ്ചയുടെ കിട്ടി.